എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് മടക്കി വിജിലൻസ് ഡയറക്ടർ. കൂടുതൽ വ്യക്തത വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത. അനധികൃത സ്വത്ത് സമ്പാദന കടത്തലടക്കമാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. വിശദാംശങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹരിത, എന്തായാലും എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള യോഗേഷ് ഗുപ്ത ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് മടക്കി അയച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഈ പ്രധാനമായും ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP ആയിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അന്വേഷണമാണ് വിജിലൻസ് റിപ്പോർട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത്. ഈ കൂടുതൽ അന്വേഷണം നടത്തി ഫയലുകളുമായി നേരിട്ട് ചർച്ചയ്ക്ക് വരാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ PV അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ DGPയുടെ ശുപാർശ പ്രകാരം സർക്കാർ ഒരു വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ 6 മാസത്തിനകം ഈ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറാനായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റിപ്പോർട്ട് അടക്കം കൈമാറിയിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രധാനമായും തിരിച്ചയച്ചിരിക്കുന്നത്. പ്രധാനമായും PV അൻവർ ഉന്നയിച്ചത് 4 പ്രധാന കാരണങ്ങളായിരുന്നു. അതിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ കരിപ്പൂർ വഴിയുണ്ടായിരുന്ന സ്വർണ്ണക്കടത്തിൽ മലപ്പുറം SP ആയിട്ടുള്ള സുജിത് ദാസിന് ഒത്താശ ചെയ്തെന്നും കൂടാതെ പണം കൈവശം അല്ലെങ്കിൽ പണം വിഹിതം അജിത് കുമാറിനും ലഭിച്ചുവെന്നായിരുന്നു പ്രധാനമായും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും ഈ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ പങ്കില്ല, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അജിത് കുമാറിന് പങ്കില്ല എന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ആരോപണം തീർത്തും പൂർണ്ണമായും തെറ്റെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത്. രണ്ടാമതായി PV അൻവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം കവടിയാറിലുള്ള ആഡംബര വീട് പണിതതിൽ ക്രമക്കേടുണ്ടെന്നായിരുന്നു PV അൻവർ കണ്ടത്, അല്ലെങ്കിൽ PV അൻവർ ഉന്നയിച്ച രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത്. അതും വിജിലൻസ് തള്ളിക്കൊണ്ടായിരുന്നു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി SBIയിൽ നിന്നും 1.5 കോടി രൂപയോളം വായ്പ എടുത്തും ADGP എം.ആർ. അജിത് കുമാർ 1.5 കോടിയോളം രൂപ വായ്പ എടുത്തു എന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമതായി PV അൻവർ ഉന്നയിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുറവൻ കോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് അജിത് കുമാർ വിറ്റു എന്നായിരുന്നു ഈ മൂന്നാമതായി PV അൻവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്. അതും തെറ്റെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. പ്രധാനമായും ഈ വിജിലൻസ് കണ്ടെത്തിയത് കരാറായി 8 വർഷത്തിന് ശേഷമാണ് ഫ്ളാറ്റ് വിറ്റതെന്നും സ്വാഭാവിക വിലവർധനയ്ക്കാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായ വിലവർധനയാണ് ഫ്ളാറ്റിന് ഉണ്ടായിരുന്നതെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നാലാമതായി PV അൻവർ ഉന്നയിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്നായിരുന്നു PV അൻവർ ഉന്നയിച്ച അജിത് കുമാറിന് ഉന്നയിച്ച നാലാമത്തെ ആരോപണം എന്ന് പറയുന്നത്. അതും തീർത്തും തെറ്റാണെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ അജിത് കുമാറിന് ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യവുമില്ലെന്നായിരുന്നു ഈ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ PV അൻവർ ഉന്നയിച്ച 4 ആരോപണങ്ങളും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ വിജിലൻസ് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള യോഗേഷ് ഗുപ്ത മടക്കി അയച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വേണം. പണമിടപാടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം. കൂടാതെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ കുടുംബക്കാരടക്കം തന്നെ ഇതുമായി രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം തന്നെ ഈ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി കൂടുതൽ വ്യക്തത വേണ്ടതാണ്. നാളെ ഈ വിജിലൻസിന്റെ ചോദ്യം, അല്ലെങ്കിൽ വിജിലൻസിനെതിരെ ഒരു കോടതിയോ അല്ലെങ്കിൽ വ്യക്തിയോ ആരെങ്കിലും തന്നെ ഈ വിജിലൻസിന്റെ അന്വേഷണം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണ്ടത് അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വിജിലൻസ് മടക്കി അയച്ചിരിക്കുന്നത്.
കൂടാതെ തന്നെ ഒരാഴ്ചക്കകം തന്നെ ഈ റിപ്പോർട്ട് അന്വേഷണം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പൂർത്തിയാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഈ അന്വേഷിച്ച റിപ്പോർട്ടുമായി നേരിട്ട് വന്ന് ഹാജരാകാനാണ് അല്ലെങ്കിൽ നേരിട്ട് വന്ന് ചർച്ച ചെയ്യാനാണ് വിജിലൻസ് പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ പ്രധാനമായും ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ SP ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ വിജിലൻസിൽ അല്ലെങ്കിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ക്ലീൻ ചീറ്റ് MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ അന്വേഷണം അല്ലെങ്കിൽ PV അൻവർ ഉന്നയിച്ച ഈ 4 ആരോപണങ്ങളും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി വ്യക്തത തേടാനാണ് യോഗേഷ് ഗുപ്ത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹരിത.